തിയേറ്റർ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, നൗഫലിൻ്റെ ഡയറക്ഷൻ സൈഡ്, നമ്മൾ ആ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മാത്യുവിന് പറയാനുള്ളത്? നിങ്ങളെല്ലാവരും സിനിമ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഒരു 1.5 വർഷത്തെ ഒരു എഫേർട്ടാണ് ഈ സിനിമ. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ട് ആളുകളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും ഒരു ഫ്രീഡം തന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ആണ് എനിക്ക് ഞാൻ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇടവും മലരിക്കുന്ന എല്ലാവരും എന്നെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് വന്ന ആളുകളാണ്. അപ്പം ഞാൻ കാലിക്കറ്റ് ഗലേറിയ മാളിൽ ഞങ്ങൾക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വലിയ ക്രൗഡായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്ന പോലെ, ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നത് തെറ്റില്ല, ഞാൻ ഇത്ര ആളുകളുടെ മുന്നിൽ വീണ്ടും വാക്ക് തരാന്ന് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തിയേറ്ററിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. കണ്ട എല്ലാവരും നല്ല മോശം അഭിപ്രായം, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് വന്ന എല്ലാം ഭയങ്കര പോസിറ്റീവ് കമൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിൽ ഞാനൊരു 10-12 വർഷമായിട്ട് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും എഡിറ്ററായിട്ടും അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് എഡിറ്ററായി ഒരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമലി ഒരു സിനിമ എന്താ പറയാ, അല്ല അങ്ങനെയല്ല നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമക്കാര് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര എനർജിയാണ് അത്. നമുക്ക് തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഈ സിനിമ തിയേറ്ററിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തെ പരിപാടി ഉണ്ട് അതിൽ. അപ്പോൾ അത് ഒരുപാട് എഫേർട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രഷേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ അടുത്ത് ഒന്ന് ആലോചിച്ചായിരുന്നു, ഇനി സിനിമ വേണ്ട, ഇനി പരിപാടി നമുക്ക് പറ്റാത്ത പരിപാടി എന്ന് ആലോചിച്ചു. പക്ഷെ ഇന്ന് സിനിമ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമ ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയാണ് ഉണ്ടായത്. ഒരുപാട് കുറച്ച് ഇമോഷണലാണ്, ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളൊക്കെ തെറ്റിപ്പോവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വളച്ചൊടിക്കരുത്. ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. നമ്മള് നോർമലി ഒരു സിനിമ ഒരു ഫസ്റ്റ് കട്ട് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് നോർമലി ഒമാരി കാശ് മുടക്കിയത് കാരണം എന്തായാലും കാണുന്നുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ, ഇവൻ എന്താ ചെയ്തു വെച്ചിരിക്കണെന്ന് പറയും. അപ്പൊ നമ്മുടെ ഒരു ഡബിങ്ങിന്റെ മുന്നേ ഒരു ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സജിൻ ഉൾപ്പെടെ സിനിമ കണ്ടിട്ട് അന്ന് ഒരു 2.5 മണിക്കൂറായിരുന്നു ആ വേർഷൻ. അത് കണ്ടിട്ട് ഇവരെൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞത്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, സെറ്റ് എന്നാ പറഞ്ഞത്. അവിടെ ആയിരുന്നു സിനിമയുടെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയണേ. അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു. ഞങ്ങളെ സിനിമ ഇനിയും കുറെ ആളുകളോട്ട് ഇനി എത്താനുണ്ട്. അത് ഓർഗാനിക്കായിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ തെറ്റിയിട്ടില്ല. താങ്ക് യു. മതി. ആദ്യം തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ പടം ഇന്നലെയൊക്കെ വരെ ഈ ഫസ്റ്റ് ഷോ കഴിയുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര നല്ലൊരു സിനിമയാണ്, ഭയങ്കര അടിപൊളി ക്രൂ ആണ്. ഇപ്പോൾ ഇവരുടെ മ്യൂസിക് ആണെങ്കിലും നൗഫലിക്കയും അല്ലെങ്കിൽ അഭിചേട്ടനും അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ക്രൂവും ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു സിനിമയായിട്ട് വരും. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പടം ഇറങ്ങി
തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജ്, ഞാൻ പറയുന്ന റിവ്യൂ ഒന്നും അല്ല, എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്താ ഈ ഭയങ്കര ആൾക്കാർ ഓരോ ജെന്യൂൻ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മള്. ഞാൻ നൗഫലിക്കയുടെ അടുത്തും സജിനിക്കയുടെ അടുത്തും പിന്നെ എഴുതി സുനു ജോഗേശ്വരിൽ വർക്ക് ചെയ്ത എല്ലാവരോടും പേഴ്സണലി എൻ്റെ ബിഗ് താങ്ക് യു. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇപ്പം ഈ കിട്ടുന്ന റെസ്പോൺസിനൊക്കെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. അപ്പോൾ എല്ലാവരും എത്തണം. അപ്പോൾ എല്ലാവരും ഒന്ന് പറയുക നിങ്ങൾക്ക് എന്താ ജെന്യുവൻലി തോന്നി എന്നുള്ളത് എല്ലാവരോടും പറയുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ബോറടിപ്പിക്കില്ല. എൻ്റെ ഈ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും സിനിമ ഒരിക്കലും ബോറടിപ്പിക്കില്ല. നീറ്റ് ആയിട്ടുള്ളൊരു എൻ്റർടൈനറാണ്. ഹൊറർ വർക്ക് ആവുന്നുണ്ട്, ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട്, ഇമോഷണൽ സൈഡ് പടത്തിൻ്റെ വർക്കായിട്ടുണ്ട്, ത്രില്ലിംഗ് ആന്ന് പറഞ്ഞ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അത് വർക്ക് ആവുന്നുണ്ട്. ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ചിലവർക്ക് ചില ഏരിയാസ് വർക്ക് ആവുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതി തന്നെയാണ്. ഭയങ്കര ജെന്യൂനായിട്ട് പറയുന്നത്. ഞാൻ അല്ലാണ്ട് എനിക്ക് വന്ന് എല്ലാം വർക്കാണ് അടിപൊളിയാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയണത്. ആക്ച്വലി ഭയങ്കര ഫ്രം ദി ഹാർട്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് മെസ്സേജ് തന്നെ എല്ലാം തന്നെ. അപ്പോൾ ഒരിക്കലും ഇത് സിനിമ തിയേറ്ററിൽ വന്ന് ആരെയും നിരാശപ്പെടുത്തില്ല, വെറുപ്പിക്കില്ല. ഡീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം രാവിലെ തൊട്ട് ഷോ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസസ്, ജെന്യുവൻ ആയിട്ടുള്ള കുറേ കോൾസ് വരുന്നു, കുറേ മെസ്സേജസ് വരുന്നു. ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജെന്യുവൻ ആയിട്ട് വരുന്ന കുറേ അങ്ങനത്തെ അപ്രിസിയേഷൻ. സോ ഞങ്ങൾ ഫുൾ ടീം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഈക്വലി ഹാപ്പിയാണ്. ഈ ഒരു ഡേന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കാരണം ഒരു നല്ല മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ്. കുറേ എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാത്തവർ കാണാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും ഇവിടെ ഇരിക്കാൻ പറ്റിയതിലും ഒക്കെ. ഈ സക്സസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവര് പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ശരിക്കും എല്ലാവരുടെയും ഉള്ളിൽ നിന്നുള്ള വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്, സന്തോഷം പ്രകടിപ്പിച്ചേക്കുന്നതെല്ലാം. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ പറയുക, ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും അത് OTT വന്ന് നിങ്ങൾ കാണാതെ അതിന് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാണാത്തവർ എത്രയും വേഗം കാണണം. കണ്ടവരെല്ലാവരോടും നല്ല അഭിപ്രായങ്ങളുള്ളവർ നമ്മളോട് അറിയിക്കാം, ഇഷ്ടപ്പെടാത്തവർക്കും അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും എല്ലാവരോടും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുതെന്ന് ഞാൻ പറയും. ശരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും പടം കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സാക്ട്ലി, അത് ഭയങ്കര എന്താ ഭാഗ്യമെന്ന് തന്നെ പറയാം. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി അങ്ങനെ തന്നെ ആൾക്കാർക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയെന്നുള്ളത് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് താങ്ക്സ്. ഈ ഒരു പടത്തിന്റെ ഭാഗമാക്കിയതിൽ ഭയങ്കര താങ്ക്സ്. പ്രൊഡ്യൂസർ, പിന്നെ റൈറ്റേഴ്സ് ജ്യോതിഷ്, സുനു, എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇത് അതെ, ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനമോ
അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പരിചയമില്ലാത്ത പാവങ്ങളായ കുറച്ച് സിനിമാക്കാരാണ്. അപ്പോ നമ്മൾ ഈ പറയണതിൽ പാകപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിച്ചു തന്നേക്കണം. അപ്പം നമ്മള് ഷൂട്ട് നടക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ നമ്മള് ചില സീനുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മള് റഫ് എഡിറ്റ് കാണുമ്പോഴും ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ പരിപാടി വർക്കാണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ അത് ഇതാവൂലേ, അങ്ങനെ ആവൂലേ, വർക്ക് ആവൂലേ, അങ്ങനത്തെ ഒരു പരിപാടി ഒരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത്. ഇപ്പം അതിന്റെ ഒരു 2 ഇരട്ടിയായിട്ടാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷം. ഇതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് ആക്ടേഴ്സിനും ഓരോരുത്തരെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണുക. ഇത് ഭയങ്കര ഒരു ഇപ്പൊ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളിൽ അവർ പറയുന്നത് ഭയങ്കര ചിരി, തിയേറ്റർ മൊത്തം ചിരി, ഭയങ്കര എന്താ ഹൊറർ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട് അവർക്ക്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയല്ല, വർക്കാവും. അത് അത്രയും ആൾക്കാർക്ക് വർക്ക് ഇരിക്കും എന്തായാലും. അപ്പൊ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് പടം കാണുക പ്ലീസ്. OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത് അതുപോലത്തെ ഒരു സിനിമയല്ല, തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. കൊടുത്തോട്ടെ. ഒരു പ്രേക്ഷക എന്ന രീതിയിലും ഒരു അഭിനേത്രി എന്ന രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. എന്താ പറയുക, ഒരു ആക്ടറിനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് മൂമെന്റ്സ് എനിക്ക് ഉണ്ടായി. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ത്രില്ലടിപ്പിക്കാനും ചിരിപ്പിക്കാനും കുറച്ച് സെന്റിമെന്റൽ ആക്കാനും, ഇവൻ ഞാനും കുറച്ച് സെന്റിമെന്റൽ ആയിരുന്നു പടം കഴിയുമ്പോൾ. അപ്പം എല്ലാ ഇമോഷൻസും ഉള്ള ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. നിങ്ങളത് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ഹലോ, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇപ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, ഈ പടം എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. നമ്മൾ ഒരു 10-12 വർഷത്തെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഒരു കുറവുണ്ടല്ലേ. അപ്പം എന്തായാലും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ അടിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്, നീ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിപ്പോൾ നായകനാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, അപ്പം അങ്ങനെ വന്ന് ഈ പടത്തിൽ നൗഫലൊക്കെ നമ്മളെ കണ്ടു, മീറ്റ് ചെയ്തു, സംഭവങ്ങളൊക്കെ സെറ്റായി. ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാമ്പോയിൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിൻ്റെ ലൊക്കേഷനിൽ നടക്കുന്നൊരു ഫീലായിരുന്നു. കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു അതേ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇതിനകത്തും കിട്ടിയത്. അപ്പോൾ എനിക്കെന്തോ ഒരു ആത്മവിശ്വാസം വരികയും ചെയ്തു. അയ്യോ, ഇത് ഹിറ്റാവാനുള്ളൊരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ആ കോസ്റ്റ്യൂമും ആ ഒരു ചെരുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സാധനം ഫീൽ ചെയ്തു. അത് ചെരുപ്പിട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ, ചെരുപ്പിടാണ്ട് നടക്കൂല, മമ്മി നടക്കൂല. അതുപോലെ തന്നെ ഈ പടത്തിലെ എനിക്ക് ആകപ്പെട്ടൊരു വിഷമമുണ്ടായത് നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പം മൊത്തം രാത്രിയായിരിക്കുമല്ലോ ഷൂട്ട്. അങ്ങനെ വെളുപ്പാങ്കാലാണെങ്കിലും പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഉറക്കിയിട്ടില്ല ഇല്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ പുതിയ ഷൂട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പടത്തിന് റിലീസാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കണം. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ അന്ന് ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്ന ഓരോ നല്ല നല്ല മെസ്സേജസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണുക, ഈ പറഞ്ഞ സാലറി ഞങ്ങൾക്ക് തരിക അല്ലേ. താങ്ക് യു സോ മച്ച്. അഭിലാഷ് ശങ്കർ. താങ്ക് യു സോ മച്ച് എവ്രിബഡി. ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.
പടം ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് മീറ്റിൽ വിളിക്കാൻ ഞാൻ 53 സിനിമ ചെയ്തിട്ടുണ്ട്. 53ാമത്തെ സിനിമ വരെ എത്തേണ്ടി വന്നു എന്നെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിജയ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഭയങ്കരമാണ്. അപ്പൊ എന്നെ അങ്ങനെ വെൽവിജയ്. താങ്ക് യു സോ മച്ച് വെൽവിജയ്. താങ്ക് യു. നേരത്തെ പറഞ്ഞ മാതിരി ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതിന് വലിയൊരു ഉത്തരവാണ് വിക്കി. ഞാനിതിൻ്റെ സൗണ്ട് ഡിസൈനറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നൗഫലിക്കിനെ ഒത്തിരി വർഷമായിട്ട് അറിയാം. സുഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മൂവി. സോ ഇതിൽ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കില്ല, മച്ചാൻ ഒരു പടമുണ്ട് വരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി സമയം കിട്ടി. അതാണ് നമുക്ക് ഇത് ഇങ്ങനൊരു ഇതിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ആക്ച്വലി അത് മറ്റേതൊരു പ്രോഡക്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു 20 ദിവസം പടം അടുത്ത പടം റിലീസാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഇതിന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമയം തന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ആക്ഷൻ ചേട്ടനായിട്ടായാലും നൗഫലിക്കായിട്ടായാലും നമുക്ക് ഒരുമിച്ചൊരു കുറേ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ മെയിൻലി സജിൻ ഭായ് മിക്സിൽ നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. പിന്നെ അത് മാറും. നമ്മളെടാ തീരുമോ ജോലി? ഇല്ല, തീരാൻ ഇച്ചിരി ടൈം, കുഴപ്പമില്ല, അത് തീർന്നിട്ട് മതി എൻ്റെ പടം റിലീസ് എന്ന് പറഞ്ഞ് വാക്ക് തരുന്ന ഒരു ആദ്യത്തെ പ്രൊഡ്യൂസറാണ് സച്ചിൻ ഭായ്. അതുപോലെ എല്ലാവരും എൻ്റെ ടീമും എല്ലാവരും ഭയങ്കര, എസ്പെഷ്യലി നമ്മുടെ പടത്തിൻ്റെ മിക്സ് എഞ്ചിനീയർ രാജേട്ടൻ, MR രാജേഷൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളിയും കൂടെ കാരണമാണ് നമ്മുടെ പടം ഇങ്ങനൊരു സൗണ്ടിങ്ങിലേക്ക് വന്നത്. താങ്ക് യു സോ മച്ച്. രാജേഷൻ ചേട്ടൻ ഇവിടെ ഇല്ല, പക്ഷെ ചേട്ടനും ബിഗ് താങ്ക്സ് ഫ്രം എവ്രി വൺ. കാരണം ഇത് തിയേറ്ററിൽ എല്ലാവരും സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൗണ്ട് കൊണ്ടുവരുന്നൊരു ഫീലും അതെങ്ങനെ സൗണ്ട് ഇതിനെ എലവേറ്റ് ചെയ്തിട്ടെന്നുള്ളതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ രാജേഷൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത്രയും ടൈം മാറ്റി വെച്ച് കുറച്ച് സിനിമകൾ മാറ്റി വെച്ച് ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരാളാണ്. വേറെ ഉണ്ടായിരുന്ന 2-3 നല്ല സിനിമകൾ മാറ്റി വെച്ച് അതെ, കാന്താര കഴിഞ്ഞ ഉടനെ, അതായത് രാജേട്ടൻ കാന്താര ചെയ്യുന്ന കാന്താര, ഡയസിറെ, പാതിരാത്രി, നമ്മുടെ സിനിമ, ഈ 4 സിനിമയുടെ ഇടയിൽ 4 ജോണറാണ്. സോ ഡയസിറയുടെ പോലെയല്ല, സോറി, വിട്ട സിനിമ ഡ്യൂഡ് വിട്ടു, ഒരു വലിയൊരു തെലുഗു മൂവി ഇട്ടു. അങ്ങനെ 3 സിനിമകൾ വിട്ടിട്ടാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് പുള്ളി വരുന്നത്. അപ്പോൾ ഡയസിറെ എന്ന് പറയുന്ന സിനിമ എൻറ്റയർലി ഇറ്റ്സ് ഡിഫറെൻറ്റ് സൗണ്ടിങ്, അത് വേറെ തന്നെ സൗണ്ടിങ്. നമ്മുടെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ ടൈപ്പ് പ്ലസ് കുറേ ജംപ് സ്കെയർ സാധനങ്ങളുള്ളൊരു സാധനമാണ്. സോ പുള്ളി അതിന് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ടൈം എടുത്ത് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി പുള്ളിയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ നേറ്റേണേഴ്സ്. സോ അതിൻ്റെ ഒരു എഫേർട്ട്, നമ്മളെടുത്ത എഫേർട്ട് ഇതിനകത്ത് ഇപ്പോൾ കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. മാത്യു യുവാവായിട്ട് മാറിയപ്പോൾ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സത്യം പറഞ്ഞത് ഒന്നും പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അത് അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു വീണ്ടും ആൾക്കാരെടുത്തിട്ട് ഫോട്ടോയോന്ന്. കാരണം പുതിയൊരു സാധനം ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. ഓൾസോ എസ്പെഷ്യലി അതിന് ശേഷം അപ്പം അല്ലെ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അപ്പൊ അതിനുശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ റൊമാൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത സിനിമയായിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യം ചെയ്യുന്നത്, അപ്പൊ ഇത് ആൾക്കാർ സ്വീകരിക്കില്ല എന്നുള്ളത്. ഇന്ന് ഈ പടം ഇറങ്ങുന്നവരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ നൗഫലിക്കയും ഇവരെല്ലാവരും തന്നെ എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു. ഇത് രസമായിട്ട് വന്നിട്ടുണ്ട്, പേടിക്കേണ്ട എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ റെസ്പോൺസ് കാണുമ്പോഴായാലും എനിക്ക് ആൾക്കാർ സ്വീകരിച്ചല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു ടു ദ ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും അത്
സ്ക്രീൻ പ്ലേ തന്നെ എൻ്റെ റൈറ്റർ ഇവിടെ ഉണ്ട്, അവന് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് അവിടെ മാറി. ഭയങ്കര സ്ക്രിപ്റ്റിൽ ഞങ്ങൾ കൺസേൺഡ് ആയിരുന്നു. മാക്സിമം ലാഗ് തിരിച്ചറിഞ്ഞ് അത് സ്ക്രിപ്റ്റിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഒരു വേർഷൻ ഉണ്ടായത്. എന്നാലും ഷൂട്ട് നമ്മളൊരു ഫസ്റ്റ് കട്ട് ആക്ച്വലി ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായി. പിന്നെ അത് സീൻസ് കളഞ്ഞിട്ടല്ല ആക്ച്വലി 2:05 എത്തിച്ചത്. മാക്സിമം ടൈറ്റ് ചെയ്ത് ഇത് വേണ്ട അത് വേണം എന്നുള്ളൊരു തീരുമാനം പ്രോപ്പറായിട്ട് വെച്ചു. ഒരു ഗ്രാഫ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു ലാഗ് ഇല്ലാത്ത, അങ്ങനെ എല്ലാവരും പറയണുണ്ട്. നമ്മളത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്തു തന്നെയാണ്. ഈ മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇല്ല, മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അത് ആദ്യം ഒരു കുറേ ഫൈറ്റ് മാസ്റ്റർ പ്ലാൻ ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു ഭയങ്കര ഹീറോയിക് പരിപാടികളൊക്കെ അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഉറപ്പായിട്ടും നമുക്കറിയാലോ, നമ്മളൊരു എന്താ മാത്യു അടുത്തിരിക്കുന്ന കാരണം ഞാൻ ഇതാക്കി പറയണമൊന്നുമില്ല, ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യണ പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ, എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യുവിനെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു ആ ഓർഗാനിക്കലി കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ. വളരെ ലേറ്റ് ആണ് ആക്ച്വലി. എനിക്ക് ഞാനിപ്പോൾ ഈ കഥ കേട്ടപ്പോഴായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത കലയ മാസ്റ്ററാണ്. നൗഫലൊക്കെ രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവറും ആവരുത് എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് അവർ ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവൻ്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അതിൻ്റെ ട്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് എന്താ അവൻ എന്താ പറയുക, അത് അതിൽ നിന്ന് ഒരു വളരുവെന്നല്ല, നമ്മള് ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ. അപ്പോൾ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം, മാത്യു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് മാത്യുവിനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നതല്ല. ഇങ്ങനെ ഈ ശ്യാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റിൽ അവർ ജ്യോതിഷംസിനും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്തൊരു പരിപാടിയാണ്. മാത്യുവിൽ എത്രത്തോളം ശ്യാം ഉണ്ട്? മാത്യുവില് ശ്യാം ഇല്ല. ഇല്ല. മാത്യുവിന് ഇരുട്ട് പേടിയാണോ? ഇല്ല, എനിക്ക് ഇരുട്ട് കുഴപ്പമില്ല. ഹൊറർ പടങ്ങൾ പേടിയാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും എൻ്റെ ഒരു അംശം ഉണ്ടാവും. ആദ്യമായിട്ടായിരിക്കും. ശരിയാ, അതിപ്പം ഓർമ്മിപ്പിച്ചാൽ താങ്ക് യു ബ്രോ. ശ്യാം എന്നുള്ള കഥാപാത്രത്തിൽ ഞാനില്ല. അത് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്? ആ ഫസ്റ്റ് ഇറങ്ങിയ ആ സോങ് ഭയങ്കര വൈറലായിരുന്നു, നിങ്ങളെ കെമിസ്ട്രി അടക്കം. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അതെ, അത് കുറേ പേര് ഇപ്പോഴും പറയുന്നു. സിനിമ കണ്ടിട്ടും തിയേറ്ററിൽ ആ സോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അത് മ്യൂസിക് ഇപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈമിലായാലും നമ്മളുടെ ഒരു ടീമിൻ്റെ, എനിക്ക് ഫുൾ ക്രെഡിറ്റ്സ് ടീമിനാണ്. നൗഫലിക്കനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്, സുനിചാരൻ, ജ്യോതിഷാരൻ, ഇതിനെല്ലാം ഒപ്പം നിന്ന് സജിൻ ചാരൻ, ഇവരെല്ലാവരും കാരണമാണ് നമ്മൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ എന്താണ് പോസിറ്റീവായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ കാണുന്നത് ഇവരുടെ കാരണമാണ്. സോ അതിൻ്റെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ്. ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും എനിക്ക് സ്പെഷ്യലായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ പടത്തിലുണ്ട്. അപ്പോൾ ബിഗ് താങ്ക് യു. ഈ എനിക്ക് അവസ്ഥ മനസ്സിലാവും. എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ കുറച്ച് സമയം എടുത്ത് ചോദിച്ചാൽ മതി. കുഴപ്പമില്ല ബ്രോ, ചോദിച്ചോ, കുഴപ്പമില്ല.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയി എന്നുള്ളൊരു ഇപ്പം ചെയ്ത പരിപാടി കുറച്ച് വേണമെങ്കിൽ കൂടി അത് എത്രത്തോളം ഹെക്റ്റിക് ആണ്, അതേപോലെ ഇനിയൊരു പടം ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തത് എത്രമാത്രം ഹെക്റ്റിക് ആണെന്ന് ചോദിച്ചാൽ കുറച്ച് ഹെക്റ്റിക് എന്നല്ല, അതിൻ്റെ ചിലത് ചെയ്യുമ്പോൾ അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും ഫിസിക്കലായിട്ടുള്ള എന്ത് ആക്ടിവിറ്റി ഒരു സീനിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനൊരു സ്പെഷ്യൽ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെല്ലാവരും എടുക്കുന്ന എഫേർട്ട് തന്നെയാണ്, അത് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ അത് വരുമോ എന്നുള്ളതൊക്കെ വരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ വരുവാണ്, അടിപൊളിയാണെങ്കിൽ ചെയ്യാൻ ഉറപ്പായിട്ടും. യെസ്, വൈ നോട്ട്. താങ്ക് യു ബ്രോ. ഈ ഗ്രാമം ക്രിയേറ്റ് ചെയ്യാൻ ഒരു കഷ്ടപ്പാടായിരുന്നോ, ഈ ഗ്രാമം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിപ്പോൾ ഒരു വയനാട് അല്ലെങ്കിൽ ഒറ്റപ്പാലം, തൊടുപുഴ പോലത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കഥ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാവില്ല എന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ വെച്ച് ലൊക്കേഷൻസ് കുറേ നോക്കി ഒരുപാട് നടന്നിട്ടാണ് കോയമ്പത്തൂർ കരടിമഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടുന്നത്, നമുക്ക് വേണ്ട പോലെ ഒരു ലൊക്കേഷൻ. ആ ഏരിയയിൽ നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തെടുക്കാൻ ആർട്ട് ഡയറക്ടർ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത പണികളും വളരെ വലുതാണ്. ഒരു മേജർ സെറ്റും പരിപാടിയൊക്കെ അവിടെ ആയിരുന്നു. ചോദിച്ചാൽ അത് തന്നെയല്ല, ഭയങ്കര അതിനു വേണ്ടി നല്ല പോലെ പണിയെടുത്തിട്ടാണ് ആ ലൊക്കേഷൻസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടി കുറേ നടന്നിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ ആണ് എൻ്റെ ബ്രദർ തന്നെയാണ് എൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ളത്, നവാബ് എന്ന പേര്. അപ്പോൾ അവർക്കും കൂടെ ഞാൻ ബിഗ് താങ്ക്ഫുള്ളാണ് ഈ പരിപാടി അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുതിരക്കാലിൻ്റെ രൂപം ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഓഫ് കോഴ്സ് മെൽവിയും റോണക്സും ചേർന്നിട്ടാണ് അത് രൂപം സെറ്റ് ചെയ്തത്. ആദ്യം ഞങ്ങൾ സ്കെച്ച് ചെയ്തു, പല മോഡൽസ് ഉണ്ടാക്കി, കുറേ ട്രൈ ചെയ്തിട്ടാണ് അതിലും ഒരു ഫൈനൽ രൂപത്തിലോട്ട് എത്തുന്നതും എല്ലാം. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അത് പ്രോസ്തറ്റിക്സ് ചെയ്തതും റോണക്സും, പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് മെൽവി, അവരുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അവർക്കാണ്. ഹലോ. ഓൾറെഡി നേരത്തെ മാത്യു സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് വിമർശനങ്ങളിലൂടെ കൂടി കടന്നു പോവാണ്. അപ്പോൾ ഇത് പിക്ക് ചെയ്യുമ്പോൾ ഈ ജോണർ പിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഉണ്ടാകുക? വിമർശനങ്ങൾ വന്നതിന് മുമ്പാണ് ഞാനിത് പിക്ക് ചെയ്തത്. അപ്പോൾ ഇല്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ, നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ച പോലെ, ഇത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഈ ഒരു ഹൊറർ കോമഡി എന്നുള്ളത് മാത്രം കൊണ്ടല്ല, അല്ലാണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ജേണി ഭയങ്കര അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഡെഫിനറ്റ്ലി ഇതിൽ ഹൊററും കോമഡിയൊക്കെ എനിക്ക് വർക്കായി, പക്ഷെ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസിഷനും അതിൻ്റെ ഒരു ജേണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് എനിക്ക് എന്താ, പിന്നെ ഈ പറഞ്ഞ പോലെ ചിരിച്ചു ഞാൻ കുറേ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. ഹൊറർ നമുക്ക് കേൾക്കുമ്പോൾ എന്നുള്ളതാണ്, പക്ഷെ അത് ഡെഫിനറ്റ്ലി അത് ക്രെഡിറ്റ്സ് ടു എഡിറ്റ് നൗഫലിക്കയും അല്ലെങ്കിൽ അഭിചേട്ടൻ, ആ ടെക്നിക്കൽ ടീമിനാണ് ഹൊറർ വർക്കായത് അവർ കാരണമാണ്. കാരണം അത് ഫലിപ്പിക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൊറർ വർക്കാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഷോട്ട് വെക്കണം, അങ്ങനെ അല്ലെങ്കിൽ ടൈമിങ് പ്രോപ്പർ ആയിരുന്നു. അപ്പോൾ ഫുൾ ക്രെഡിറ്റ്സ് ടു ദം. അപ്പോൾ യെസ്, അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഹൊറർ കോമഡി വർക്കാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ടപ്പോൾ അറിയായിരുന്നു ഇതൊരു നല്ല സിനിമയായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ടാർഗറ്റ് ഓഡിയൻസ് എത്തുക, ഡെഫിനറ്റ്ലി കാന്താരയുടെ ആ ഒരു വലിയ എഫക്റ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ഐഡിയ, ആ ജെന്യൂനിറ്റി ആളുകൾ സ്വീകരിക്കും. അത് എവിടുന്ന ഐഡിയ?
അത് അങ്ങനെ നമ്മളെല്ലാരും നമുക്ക് അങ്ങനെ ജെന്യുവൻ ആവാൻ പറ്റണതിന്റെ മെയിൻ കോൺഫിഡൻസ് സജിനിലാണ്. സജിനിക്ക് പറഞ്ഞു കാന്താര നന്നായിട്ട് ഓടുന്നുണ്ട്, നമ്മൾ എന്തിനാ വെറുതെ അതിന്റെ തലയിൽ പെടുന്നത്, നമുക്ക് തുറന്നങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ശരി. അപ്പൊ സഭ അപ്പത്തേക്കും ഒരു ഐഡിയ ഉണ്ടാക്കി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ആ റീല് ഷൂട്ട് ചെയ്തതിന്റെ ഐഡിയ ഫുൾ സഭയാണ് അതിന്റെ എഴുത്തും ഐഡിയ ഒക്കെ. അപ്പൊ അത് ഇവർക്ക് രണ്ടുപേർക്കാണ് അതിന്റെ ക്രെഡിറ്റ്സ്, സജിനിക്കയും സഭയും. ഉണ്ട് കേട്ടോ. അല്ല എല്ലാം നമ്മുടെ ടീമിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ഫാൾസ് റീസൺസ് പറയുന്നതിനെക്കാട്ടിലും സത്യസന്ധമായിട്ട് ഇത് തന്നെയായിരുന്നു. കാരണം ഞങ്ങള് ഇപ്പോൾ ചൈത്ര പറഞ്ഞ മാതിരി ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. അപ്പോൾ ആ കുഞ്ഞു വലിയ സിനിമയ്ക്ക് ശരിക്കും വലിയ സിനിമയെ പേടിയുണ്ട്. അപ്പോൾ അറിയാലോ, ഒരു സിനിമ നിലനിൽക്കാൻ വേണ്ട സമയവും കാലവും ഒക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ഇറക്കാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് ആളുകളോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ പിന്നെ വരാം, അപ്പോൾ കാണും. ഇങ്ങനെ ഇതിനു മുൻപ് തന്നെ നമ്മള് ഞാൻ 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അത്രത്തോളം നമ്മൾ ഈ പരിപാടിയിൽ ഇന്നായി കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെങ്കിലും ആ പ്രൊമോഷൻ, ആ പരിപാടി അടക്കം നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇതിലോട്ട് എത്രത്തോളം ഇന്നാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന 1-2 ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ റിലീസ് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പറയുന്നു സമയത്ത് കാന്താരനെ പേടിച്ച അങ്ങനത്തെ ഒരു പോസ്റ്ററോ അങ്ങനെ അപ്പം എന്റെ മനസ്സിൽ അത് ജ്യോതിഷായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് റീലായിട്ട് ഇറക്കാന്നുള്ള പോലെയായിരുന്നു എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്കുണ്ടായ ഇതാണ്. അപ്പം നൗഫൽക്ക് ഒരു രാത്രി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം. ഞാൻ മുൻപ് ഇങ്ങനെ ഓരോ ഐഡിയകൾ പറയുമായിരുന്നല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത ദിവസം തന്നെ നമ്മള് റോഡിലിറങ്ങി പരിപാടി ചെയ്തു. പിന്നെ ബാക്കി മറ്റേ ടൈറ്റിൽ വരുന്നു, തെയ്യം വരുന്നു, വേറെ കളർ, ഞാൻ പറഞ്ഞതിന്റെ വേറെ സാധനങ്ങള് വരുന്നത്, വീഡിയോ ആയിട്ട് വരുന്നു. അത് മില്യൺ വ്യൂസ്. പിന്നെ ഇവരോട് ഇന്റർവ്യൂ പോകുമ്പോ ഇവരുടെ അടുത്ത് ചോദിക്കും ഇത് ആരുടെ ആയിരുന്നു. അപ്പൊ ഇവര് സഭ. അപ്പൊ വേറൊരു വേറൊരു ഇതിലേക്ക് വരുന്ന സമയത്ത് റിസീവ് എല്ലാവരും പറഞ്ഞു സഭ ഭയങ്കര കൺസേൺ ആണ്. ബേസിക്കലി ഇങ്ങനത്തെ കാര്യം മീൻസ് എന്താ പറയാ, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം, ഞാൻ സിഗ്നേച്ചർ അടിക്കണം. സഭ അതിന്റെ അത് ഞാൻ പറയാം. കാരണം സഭയുടെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റാൻഡ് ഔട്ട് ആകാൻ കാരണം അത് ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് സഭ അഭിനയിക്കുമ്പോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ രസമുള്ള ക്യാരക്ടറാണ് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ ഷൂട്ട് ചെയ്തപ്പോ സഭ ചെയ്യണിട്ട് എനിക്ക് ഭയങ്കര കൊള്ളാലോ, ഇത് ഭയങ്കര രസമുണ്ടല്ലോ ഈ ക്യാരക്ടർ സഭ പിടിക്കുന്ന പരിപാടി. സഭയുടെ എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കാരണം സഭ ജെന്യൂൻ ആയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവാണ്ട് സഭ അല്ല നമ്പലിങ് ഞാനിപ്പോ എന്ത് രീതി ചെയ്യണേ അത് ക്ലിയർ ആവണം സഭയ്ക്ക്. എന്നിട്ട് അപ്പൊ സഭ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് നിന്ന് അതിന്റെ പരിപാടി മനസ്സിലാക്കി ചെയ്യുന്നോണ്ടാണ് ഭയങ്കര ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആണ് സഭയുടെ. സഭ ഇത് പറഞ്ഞാല് ഇറച്ചിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പോലെ സഭ ചോദിക്കൂലേ ഡൗട്ട് കാരണം ഇതിനങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഞാൻ സഭ നീയാണ് ഹീറോ, നീയാണ് ആണല്ലേ, ഓക്കെ. അപ്പുറത്ത് റോഷനോട് ഞാൻ റോഷ നീയാണ് ഹീറോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ സഭയായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രവണത സഭക്കും ഇല്ല, അങ്ങനത്തെ ഒരാളുമല്ല സഭ. സഭക്ക് സഭയുടേതായിട്ടുള്ള ചില കൺസേൺസും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് സഭനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സഭ ഓർഗാനിക്കലി സഭ ചെയ്യണതെല്ലാം അടിപൊളിയാകാം. ഞാൻ സഭയുടെ അടുത്ത് എനിക്ക് ഒരുപാട് ബ്രീഫിന്റെ കാര്യമോ അല്ലെങ്കിൽ
അങ്ങനെയൊന്നുമില്ല. ഞങ്ങളങ്ങനെ വാക്കുകൾ കൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു. സഭ ക്യാമറ, ഞാൻ മോണിറ്ററിലിരിക്കുമ്പോൾ സഭ അപ്പുറത്തുണ്ട്. ഇത് സഭക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. അങ്ങനെയൊക്കെയായിരുന്നു പരിപാടികള്. നമുക്ക് അങ്ങോട്ട് പോകണോ? ആളുകളുടെ ഇടയിൽ വിജയ് സിനിമ കാണുന്നത് ഇനി ചിലപ്പോൾ പ്രോബ്ലി അങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണാൻ പറ്റില്ലേ? പേഴ്സണലി മാത്യു അതിന് എത്രമാത്രം മിസ് ചെയ്യും? ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ബ്രോ. ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്താ, അപ്പോൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യും അങ്ങനത്തെ ഒരു സിനിമ. ഇനി ഒരു സിനിമയും കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടാന്ന് വെച്ച്, സിനിമ വേണ്ടാന്ന് വെച്ച് പോകാന്ന് പറഞ്ഞാൽ, സിനിമ വേണ്ടാന്ന് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അത്രയും വലിയൊരാൾ മാറി നിൽക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനേക്കാളും വലിയ കാര്യം ചെയ്യാനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി വിഷമമുണ്ടെങ്കിലും ബെറ്റർ തിങ്സ് വിൽ കം ബൈ ദാറ്റ്. അപ്പോൾ യെസ്. ഇനി എന്താണ് നിങ്ങൾ പടം കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാൻ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആവും. പടം കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടില്ലേ? അപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെന്താന്നൊരു ഭയങ്കര ഡീസന്റ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഇനീഷ്യലി അതിലൊരു ഇവന്റെ ട്രോമയിലത്തെ ക്യാരക്ടർ ചോദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ജനലിന്റെ പുറത്ത് വന്നിരിക്കുന്ന സീൻ ഷോട്ട് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ എഡിറ്ററുടെ ഭാഷ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്യു ആ എമർജൻസി ആയിട്ട് ഇങ്ങനെ വന്ന എമർജൻസിയുടെ ലൈറ്റ് കട്ടായി കഴിയുമ്പോൾ ഈ ചോദ്യയുടെ ഒരു ഷോൾഡർ ഫ്രെയിമിലോട്ട് ഇങ്ങനെ കയറി വരും, എന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നോക്കിയതും ഇവളുടെ ഫേസ് വെച്ച് ഭയങ്കര സൗണ്ട് വെച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഓർഗാനിക്കലി ഒരു പരിപാടി കയറി വരട്ടെ എന്നുള്ളൊരു ഇന്റൻഷനലി തന്നെ അങ്ങനെ ചെയ്തതാണ്. ഭയങ്കര ഒന്നും ഓവറാവണ്ട, എന്നാൽ എല്ലാവർക്കും ആസ്വാദ്യകരമാവണം. താങ്ക് യു. അപ്പോൾ ഒന്ന് നിർത്താം. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വലിയ സിനിമയെ OTT-യിലേക്ക് ഒതുക്കാതെ തിയേറ്റർ പടമാക്കി വിജയിപ്പിച്ചു തരണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ജെന്യുവൻലി നിങ്ങൾക്ക് എന്താ തോന്നിയത് അതൊന്ന് ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളെ ആൾക്കാരായിട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. നല്ല സിനിമയാണ് ആക്ച്വലി, ഫ്രം ദി ഹാർട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിൽ, അല്ലെങ്കിൽ തിയേറ്ററിലും അല്ലെങ്കിൽ ഇവിടെയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞിരുന്നതെല്ലാം കേട്ടതിനൊക്കെ ബിഗ് താങ്ക് യു. ഇനിയുള്ള സപ്പോർട്ടിനൊക്കെ ഇപ്പോഴേ ഒരു താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.